എന്നുള്ളത്. സാറ്റിസ്ഫാക്ഷന്റെ അല്ല, ഈ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയതുകൊണ്ട് അവരോട് എന്തും ചെയ്യാം. അത് കാരണം പറയുന്ന ഇതാണല്ലോ, ഞാൻ ഹാപ്പി ആയില്ല എന്നായിരിക്കും കാരണം പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറയും, നിങ്ങൾ ട്രാൻസ് അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ ഫിസിക്കൽ കണ്ടീഷൻ, അതുകൊണ്ട് തരുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞേക്കാം. അപ്പം അതാ പറഞ്ഞത്, നമ്മൾ പോകുമ്പോൾ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനത്തെ ആരെക്കാളും ഒക്കെ തന്നെ ഈ പറഞ്ഞ എല്ലാരെ പോലും കഴിവുള്ള എല്ലാവരെ പോലും പറ്റുന്ന ആൾക്കാർ. ശാസ്ത്രം പറയുന്നത് മറ്റാരെക്കാളും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് ശാസ്ത്രീയമായി എനിക്കറിയില്ല കേട്ടോ, ആയിരിക്കാം. അങ്ങനെ ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ കൂട്ടമായിട്ട് വന്നിട്ട് നമ്മൾ ഫിസിക്കലി ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ക്ലാസ് മുറിയിൽ 8 സ്റ്റുഡൻസിന് ഫിസിക്കലി ഒരു ഗ്യാങ് റേപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ക്ലാസ്മേറ്റ്സ് ആണോ ചെയ്തത്? ആ ക്ലാസ്മേറ്റ്സ് ആണ്. റിയാക്ട് ചെയ്തില്ലേ ആ സമയത്ത്? 8 പേരെ അടുത്ത് ഒരു മാൻ പവർ എന്നല്ല, നമുക്ക് പറ്റില്ല, ഒരു ഫിസിക്കൽ പവർ എനിക്ക് ഉണ്ടായിരുന്നില്ല അവരെ റിയാക്ട് ചെയ്യാൻ. കരയുന്നു, നിലവിളിക്കുന്നു, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ബാഗൊക്കെ ഇങ്ങനെ തറയിൽ നിന്ന് വീഴുന്നതും എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഊരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസം. ഞാൻ ഒരിടത്തും ആ വിദ്യാർത്ഥികളുടെ പേരൊന്നും പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തെറ്റുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, തിരുത്തപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷം, മീൻസ് ഇപ്പം എന്നില്ല, റീസെന്റ് അതൊക്കെ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. എങ്കിലും മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു അതെന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് ഈ ഞാൻ അതിന് മുൻപ് തന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവ് സാധനം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. വീട്ടിലും പറഞ്ഞിട്ടില്ല. ഞാനൊരു 2 ആഴ്ചയോളം ഞാൻ ട്രോമയിലായിരുന്നു. ട്രോമ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരിക്കലും. അത് ഈ പറയുന്ന ഒരു 13-14 വയസ്സിലല്ലേ സംഭവിക്കുന്നത്. ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു വേദികളിലൊക്കെ പോയിട്ട് പ്രസംഗിക്കുന്ന ആളല്ലേ, അപ്പം പറയാറുണ്ട്, അതായത് ടീച്ചേഴ്സിന്റെ ഈ നിരന്തരം പറയാറുണ്ട് ഞാൻ ടീച്ചേഴ്സിന്. കാരണം നമുക്ക് ക്ലാസ് മുറിക്കകത്ത് ഭയങ്കര നാളത്തെ സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് വലിയ സത്യമാണ്. അപ്പോൾ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കുട്ടികളടുത്ത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അധ്യാപകരാണ്. നമ്മൾ അധ്യാപകർക്ക് ഇത്തരം വിഷയങ്ങളെ പറ്റി ധാരണ ഇല്ല എന്നുള്ളതാണ് വേറൊരു സങ്കടം. നമ്മൾ ഇതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് മുൻപ് അധ്യാപകർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് എന്നുള്ളത്, എന്താണ് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും, ഇല്ല എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, സെക്ഷുവാലിറ്റി ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ തിരുത്തപ്പെടാം. എങ്കിലും അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വിദ്യാർത്ഥികളാണ് അവര്, ആണല്ല പെണ്ണല്ല, അതിനപ്പുറത്തേക്ക് അവർ വിദ്യാർത്ഥികളാണ്, അവർ മനുഷ്യരാണ്. അവർക്ക് എന്തെങ്കിലും ഉപദ്രവം ഏൽക്കുമ്പോൾ അത് മറ്റുള്ളവരെ അതെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കൃത്യമായുള്ള ബോധം ഉണ്ടാവണം. അതിന് ജെൻഡർ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് മാത്രം സംഭവിച്ച വിഷയങ്ങളൊന്നും അല്ല, പലർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഫെമിനിൻ ആയിട്ടുള്ള ഒരു നടത്തം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന നാട്ടുകാർ ആയിട്ടുള്ള കുറെ വൃത്തികെട്ടന്മാരെ നമ്മുടെ ചൂഷണം ചെയ്യാൻ താല്പര്യമുണ്ട്, സാധ്യതയുണ്ട്. ബസ്സിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഒരു മോശം അപ്രോച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ മോശം അപ്രോച്ച് വരുന്ന സമയത്തൊക്കെ ഈ 14 വയസ്സിന് ശേഷം എങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇതില് ഒരു ചെറിയൊരു ഇതുള്ളത്, ഫെമിനൻ ആയിരിക്കുന്ന എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആകില്ല, പല ടൈപ്പ്. പക്ഷെ ഫെമിനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫിസിക്കലി ഇത് സെയിം സിറ്റുവേഷൻ സമയത്തൊക്കെ ഉണ്ടാവും. ഞാൻ സോഷ്യൽ മനുഷ്യനായിരുന്നില്ല ആ സമയത്ത്. ഞാൻ വീട് അത് നടന്നു പോകുന്നത്. അപ്പൊ എനിക്ക് ഈ ബസ്സിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ഐ തിങ്ക് ഒരു +2 പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു. എനിക്ക് അതിന് മുന്നേ ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ വിവാഹങ്ങളിൽ, മരണങ്ങളിൽ, പൊതുചടങ്ങുകളിൽ, പബ്ലിക് കൂടുന്ന ഗാദറിംഗ് സ്പേസുകളിലൊന്നും പങ്കെടുക്കില്ല. പ്രത്യേകിച്ച് ഫാമിലി ഗാദറിംഗിലൊന്നും പങ്കെടുക്കില്ല. പങ്കെടുത്ത ഞാനാകും അവിടുത്തെ ഒരു വലിയ ടോപ്പിക് എന്നുള്ളത് നല്ല ബോധമുണ്ട്. അപ്പം കളിയാക്കാനും ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പക്ഷെ എന്നും പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ മോശം അനുഭവം ഇല്ലായികയില്ല. എങ്കിലും ഈ പോകുന്ന ഇടങ്ങളിൽ സെക്ഷുവലി ഉള്ള ഒരു ടോക്ക് ഇല്ലെങ്കിൽ സെക്ഷുവലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കുട്ടിയല്ലേ, പിന്നെ നമുക്ക് കുട്ടിയാകുമ്പോൾ ഓടാനും ചാടാനൊക്കെ കുറച്ചും കൂടി ഇതുണ്ട്. അപ്പം റിയാക്ട് ചെയ്യാനുള്ള പവറൊന്നും ഇല്ല. ആ സിറ്റുവേഷനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടും എന്നുള്ളത്. ഒരിടത്തും ഒരു പരാതിയും പറയാത്ത ആൾക്കാരാ. പറയാനുള്ള ധൈര്യം ഇല്ല, പറയാൻ പറ്റാറില്ല. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +2 അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അന്ന് അങ്ങനെ നിർബന്ധിക്കപ്പെട്ടൊരു ദിവസം, ഫ്രണ്ട്സിനോട് ഇങ്ങനെ പുറത്ത് പോകണം എന്ന് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചൊരു ദിവസം ആണ് തോന്നുന്നു. അപ്പം ഇങ്ങനെ പോയ സമയത്ത് എന്നൊരു ആളിങ്ങനെ ഈ പറഞ്ഞ സെക്ഷുവലി ഇങ്ങനെ സംസാരിച്ചു. ഇയാൾ ഭയങ്കര ഫെമിനൈൻ അല്ലേ, മറ്റേതൊക്കെ ആയിരിക്കും, മറ്റൊരു വേർഡ് യൂസ് ചെയ്ത് മറ്റേതായിരിക്കും, ഇങ്ങനെ കിട്ടുമോ എന്ന രീതിയിലൊക്കെ. അപ്പൊ ഞാൻ ഇത്രയും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഫ്രണ്ട്സ് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ കരുതും. അവിടെ അതല്ല സംഭവിച്ചത് എന്നുള്ളതാണ്. ആ ഫ്രണ്ട്സ് തിരിച്ച് അതെ, അതൊരു ഇങ്ങനെയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നുള്ളത്.
അതൊക്കെ ടോളറേറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ നേരവും കടന്നു പോകും എന്നുള്ളതായിരുന്നു. ഈ ട്രാൻസ്ജെൻഡർ ആവാൻ പോയതിനു ശേഷമുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതായത് ഈ മമ്മിയുടെ കൂടെയാണ് അപ്പൊ താമസിച്ചതൊക്കെ, സർവൈവ് ചെയ്തതൊക്കെ അവിടെ നിന്നിട്ട് തന്നെയാണ്. അപ്പൊ എത്ര കാലം അവരുടെ കൂടെ താമസിച്ചു? ഞാനൊരു 1.5 years അവരുടെ കൂടെ ആയിരുന്നു. എനിക്ക് പിന്നെ ഒരു ലിവിംഗ് ടു ദ റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഒരു പാർട്ട്ണറോടൊപ്പം ഒരു 2-2.5 വർഷം ജീവിച്ചു. നിലവിൽ ഐ എം സിംഗിൾ. ഞാൻ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം എനിക്കൊരു ഫാമിലിയൊക്കെ ഉണ്ട്, ചൂസിങ് ഫാമിലിയൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഞാനൊരു ഫ്രണ്ട് സർക്കിളിനകത്ത് ജീവിക്കും, ഭയങ്കര കംഫർട്ടബിളാണ്. ഈ ഫ്രണ്ട് സർക്കിളിന്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളുടെ കൂടെ ഒരാളുണ്ടായിരിക്കും. ശ്രുതി സിത്താര കേട്ടപ്പോ ഇത്രയും സൗഹൃദം വരുന്നത്? ഞാൻ ശ്രുതി വളരെ, ഞാൻ തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞ ശ്യാമയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ശ്രുതിയായിട്ട് അപ്പം കാണുന്നുണ്ട്. ഞങ്ങളപ്പം ഒരു കൂട്ടൊന്നുമില്ല, ഞങ്ങൾ രണ്ട് വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പം പിന്നെ പതിയെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. ഇപ്പം നല്ല ഫ്രണ്ട്സാണ്. ഇപ്പം ഞങ്ങളൊരു 4 പേര് അടങ്ങുന്ന ഒരു ഗ്യാങ് ഒക്കെയാണ്. ഞാൻ, ശ്രുതി, ദയ, സാദിയ എന്ന് പറയുന്ന. അപ്പം നമ്മൾ ഒരാൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ 4 പേരും അവർ അറിയും എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാ ഇടങ്ങളിലും 4 പേരെയും സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ ഒരാളെ മാത്രം ഒരുമിച്ചായിരിക്കും, കൂട്ടായിരിക്കും. അങ്ങനെ 2023 ഭയങ്കര കിടിലം വർഷമാവട്ടെ. അതിന് മുൻപായിട്ട് ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പോവാണ്. എനിക്ക് തോന്നുന്നു സമീപകാലങ്ങളിൽ ചിലപ്പോൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവുമായിരിക്കും. ഈ പേര് പറയുന്ന സമയത്ത് അവരെ പറ്റിയിട്ടുള്ള താങ്കളുടെ അഭിപ്രായം എന്താന്ന് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക്. പേര് പറയട്ടെ. ജേർണലിസം പഠിച്ചുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പറഞ്ഞ ന്യൂസൊക്കെ കാണാനും പത്രം വായിക്കാനൊക്കെ സമയം കണ്ടെത്താറുണ്ടല്ലോ? കുഴപ്പമില്ല, ഫോൺ ഭയങ്കര യൂസ് ആണ് അതിലൊക്കെ. ഓക്കെ, ന്യൂസ് വായിക്കുന്ന അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ന്യൂസ് ഹാൻഡിലൊക്കെ ഡെയിലി പറയുന്ന പോലെ ചുമ്മാ ഒന്ന് കണ്ണോടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പേര് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവരെ പറ്റി ഈ പറയുന്ന പോലെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മളുടെ കാഴ്ചപ്പാട് ഭയങ്കര കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെന്നാണല്ലോ എല്ലാവരും പൊതുവെ പറയപ്പെടുന്നത്. ആദ്യത്തെ ആൾ ഈ പറയുന്ന പോലെ അഖിൽ മാരാർ ഈ സമീപകാലത്ത് ഭയങ്കര ചർച്ച നേടിയ ഒരാളാണ്. എന്താ അഖിൽ മാരാറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? നല്ലൊരു വിമർശകനാണെന്ന് തോന്നിയിട്ടുണ്ട്. ചില കണ്ടന്റ്സ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ ഭയങ്കര കുറ്റം പറയാനായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പുള്ളിയുടെ പൊതുവിൽ ഉള്ള പുള്ളി ഭയങ്കര ക്യൂർ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് അറിയില്ല, ഭയങ്കര ക്യൂർ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് തോന്നാറില്ല.